വെൽക്കം ടു അവർ ചാനൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബഷീർ ദിന ചോദ്യോത്തരങ്ങൾ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മദേശം കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ്. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് 1908 ജനുവരി 21. വൈക്കം മുഹമ്മദ് ബഷീർ ബാല്യകാലസഖി ആദ്യം എഴുതിയത് ഏത് ഭാഷയില്? ഇംഗ്ലീഷ്. വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിൽ? ബേപ്പൂർ സുൽത്താൻ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യ കൃതി പ്രേമലേഖനം. ബഷീർ ആകെ ഒരു നാടകം മാത്രമാണ് രചിച്ചിട്ടുള്ളത്. ഏതാണ് ബഷീർ എഴുതിയ ആ നാടകം? കഥാബീജം. ബഷീറിന് ജയിൽവാസം ലഭിച്ചത് ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ്? കോഴിക്കോട് വെച്ച് നടന്ന ഉപ്പു സത്യാഗ്രഹം. കഥാബീജത്തിന് അവതാരിക എഴുതിയത് ആര്? ജി ശങ്കരക്കുറുപ്പ്. ബഷീറിന്റെ മാതാപിതാക്കളുടെ പേര്? പിതാവ് കായി അബ്ദുറഹ്മാൻ, മാതാവ് കുഞ്ഞാത്തുമ്മ. ബഷീർ മരിച്ചതിന് ശേഷം പുറത്തിറക്കിയ ബഷീറിന്റെ 3 കൃതികൾ: യാ ഇലാഹി, പ്രേം പാറ്റ, ജീവിതം ഒരു അനുഗ്രഹം. ഇലാഹിയിൽ ബഷീർ എഴുതിയ ഒരേ ഒരു കവിത അനശ്വര പ്രകാശം. യാ ഇലാഹിയിൽ ബഷീർ എഴുതിയ ഒരു ചെറുലേഖനം എൻ്റെ ചരമക്കുറിപ്പ്. ബാല്യകാലസഖിയുടെ സുവർണ ജൂബിലി പതിപ്പ് പുറത്തു വന്നത് ഏത് വർഷം? 1994 ഓഗസ്റ്റില്. ബാല്യകാലസഖി എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആര്? പി ഭാസ്കരൻ. മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി ബാല്യകാലസഖി. ബാല്യകാലസഖി എന്ന ചലച്ചിത്രത്തില് നായകനായി അഭിനയിച്ചത് ആരാണ്? മമ്മൂട്ടി. മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി അവതരിപ്പിച്ചത് ആര്? മമ്മൂട്ടി. ബഷീറിന്റെ മതിലുകൾ എന്ന നോവൽ ചലച്ചിത്രമാക്കിയ സംവിധായകൻ? അടൂർ ഗോപാലകൃഷ്ണൻ. വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന പദം ഏത് കൃതിയിൽ നിന്ന്? ഇന്ത്യപ്പൊരാനുണ്ടാർന്ന് എന്നതിൽ നിന്നും. ബഷീറിന്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന് കൂടി പേരുള്ളത്? പാത്തുമ്മയുടെ ആട്. ആത്മകഥാപരമായ ബഷീർ കൃതി ഓർമ്മയുടെ അറകൾ. 1990 ബഷീറിനെ വല്ലാതെ മുറിപ്പെടുത്തിയതും മലയാള സാഹിത്യ ലോകത്തൊരു കൊടുങ്കാറ്റായി മാറിയതുമായ ഒരു സംഭവമുണ്ടായി. ഒരു പുസ്തകം ആണതിന് ഇടയാക്കിയത്. ഏതാണ് ആ പുസ്തകം? ഉപ്പുപ്പാന്റെ കുയ്യാനകൾ. പ്രശസ്ത കവി ചങ്ങമ്പുഴയെ ഒരു ചിത്രകാരനായി സങ്കല്പിച്ചു ബഷീർ എഴുതിയ കൃതി ഒഴിഞ്ഞ വീട്. ബഷീറിന്റെ പ്രകൃതി സ്നേഹം പ്രകടമാക്കുന്ന കഥ തേന്മാവ്. മരിക്കുന്നതിന് മുൻപ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യന്റെ കഥ പറയുന്ന ബഷീർ കൃതി തേന്മാവ്. ചോദ്യോത്തര രൂപത്തില് രചിച്ചിട്ടുള്ള ബഷീർ കൃതി നേരും നുണയും. ബഷീറിന്റെ കുടുംബകഥ എന്ന് വിശേഷിപ്പിക്കുന്ന കൃതി പാത്തുമ്മയുടെ ആട്. പട്ടം താണുപിള്ളയെ പരിഹസിച്ച് ബഷീർ എഴുതിയ ഏകാംഗ നാടകം പട്ടത്തിന്റെ പേക്കിനാവ്. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ടത് ബാലാമണിയമ്മ. ബഷീർ തന്റെ ദുരന്തം നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ നർമ്മം കലർത്തി വിവരിച്ചിട്ടുള്ള കഥ ജന്മദിനം. ബഷീർ എഴുതിയ ജീവചരിത്രം എം പി പോൾ. ബാല്യകാലസഖിക്ക് അവതാരിക എഴുതിയത് എം പി പോൾ. ബഷീറിന്റെ മകൾ ഷാഹിന കഥാപാത്രമായി വരുന്ന നോവൽ മാതൃകപ്പൂച്ച. മണ്ടൻ മുത്തപ്പ എന്ന കഥാപാത്രമുള്ള ബഷീറിന്റെ കൃതി മുച്ചീട്ട് കളിക്കാരന്റെ മകൾ. സ്ഥലത്തെ പ്രധാന ദിവ്യനായി വിശേഷിപ്പിക്കപ്പെടുന്നത് ബഷീറിന്റെ ഏത് കഥാപാത്രമാണ്? കണ്ടംപറയൻ. ബഷീറിന്റെ ഭാര്യയും സാഹിത്യകാരിയുമായ ഫാബി ബഷീറിന്റെ ആത്മകഥ ബഷീറിന്റെ എടിയെ.
ഫാബി ബഷീറിന്റെ മുഴുവൻ പേര് ഫാത്തിമ ബീവി. ബഷീറിന്റെ ആകാശങ്ങൾ ആരുടെ കൃതിയാണ്? പെരുമ്പടവം ശ്രീധരൻ. ബഷീറിന്റെ ഒരു കഥയുടെ പേരാണ് ശശിനാസ്. എന്താണ് ആ വാക്കിനർത്ഥം? ഇപ്പോൾ വിടർന്ന പുഷ്പം. ബഷീറിന്റെ സർപ്പയജ്ഞം എന്ന കൃതി ഏത് വിഭാഗത്തിൽ പെടുന്നു? ബാലസാഹിത്യം. ആദ്യമായി ബഷീറായി സിനിമയിൽ വേഷമിട്ടത് ആരാണ്? മമ്മൂട്ടി. പ്രേം നസീർ അഭിനയിച്ച ഭാർഗവി നിലയം എന്ന ചലച്ചിത്രം ഏത് ബഷീർ കൃതിയുടെ ദൃശ്യാവിഷ്കാരമാണ്? നീല വെളിച്ചം. ഭാർഗവി നിലയം എന്ന സിനിമയിലെ ഹാസ്യ നടൻ പത്മലാക്ഷൻ പ്രസിദ്ധനായ പേര്? കുതിരവട്ടം പപ്പു. ഭാർഗവി നിലയം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? എ വിൻസെന്റ്. തന്റെ ഒരു സഹപ്രവർത്തകനെ കുറിച്ച് ഒരു ഗ്രന്ഥം ബഷീർ രചിച്ചിട്ടുണ്ട്. ആരാണത്? എം പി പോൾ. ജീവിതത്തിൽ നിന്നും വലിച്ചു ചീന്തിയ ഒരേടാണിത്. വാക്കിൽ ചോര പൊടിഞ്ഞിരിക്കുന്നു എന്ന് എം പി പോൾ വിശേഷിപ്പിച്ച ബഷീർ കൃതി ഏതാണ്? ബാല്യകാലസഖി. ബാല്യകാലസഖി അറബിയിലേക്ക് മൊഴിമാറ്റിയത് മലയാളിയായ സുഹൈൽ അബ്ദുൽ ഹക്കീം വാഫി. തീവ്രവാദ സംഘടനയുടെ മുഖപത്രമായ ഉജ്ജീവനത്തിൽ ഏത് തൂലിക നാമത്തിലാണ് ബഷീർ ലേഖനങ്ങൾ എഴുതിയിരുന്നത്? പ്രഭ. ബഷീറിന്റെ ജീവിതത്തിലും സാഹിത്യത്തിലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ബന്ധമുണ്ടായിരുന്ന മരം? മാംഗോസ്റ്റിൻ. മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. ഇമ്മണി വല്യ ഒന്ന് ഇത് ഏത് കൃതിയിലെ വാക്യമാണ്? ബാല്യകാലസഖി. ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം പിന്നീട് പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണത്? ചെവിയോർക്കുക. അന്തിമ കാഹളം. ബഷീറിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വർഷം? 1981. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം? പത്മശ്രീ. ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ച വർഷം? 1982. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി ബാലാമണിയമ്മ. ബഷീറിന്റെ ചരമദിനം ജൂലൈ 5. വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും ആരുടെ ഗ്രന്ഥം? ഐ എം അഷ്റഫ്. ബഷീർ ദ മാൻ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ആര്? എം എ റഹ്മാൻ. ബഷീറിനെ ബേപ്പൂർ സുൽത്താൻ എന്നാണല്ലോ വിശേഷിപ്പിക്കുന്നത്. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. ബഷീറിന്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ ഏതാണ്? തങ്കം. ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന് ബഷീറിനെ വിശേഷിപ്പിച്ചതാര്? എം കെ സാനു. 2011 ജീവചരിത്രത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം എം കെ സാനുവിന് ലഭിച്ച കൃതി? ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ. 1943 പൂജപ്പുരയിലെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ രാജ്യദ്രോഹം ആരോപിക്കപ്പെട്ട് തടവിൽ കിടക്കുന്ന സമയത്ത് ബഷീർ എഴുതിയ നോവൽ ഏതാണ്? പ്രേമലേഖനം. 1985 പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ പി എ ബക്കർ. 2017 വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രേമലേഖനം എന്ന നോവലിനെ അടിസ്ഥാനമാക്കി സിനിമയെടുത്ത സംവിധായകൻ അനീഷ് അൻവർ. മൂക്ക് കേന്ദ്ര കഥാപാത്രമാക്കുന്ന ബഷീർ കൃതി ഏത്? വിശ്വവിഖ്യാതമായ മൂക്ക്. സാഹിത്യ ലോകത്ത് ഏറെ വിമർശനങ്ങളുണ്ടാക്കിയ ഒരു ബഷീർ കൃതി? ശബ്ദങ്ങൾ. ഒന്നും ഒന്നും ഇമ്മണി വല്യ ഒന്ന് എന്ന പ്രയോഗം ഏത് പുസ്തകത്തിലാണ്? ബാല്യകാലസഖി. മജീദും സുഹറയും കേന്ദ്ര കഥാപാത്രങ്ങളായ ബഷീർ കൃതി? ബാല്യകാലസഖി. ബഷീർ എഴുതിയ തിരക്കഥകൾ ഏതൊക്കെ? ഭാർഗവി നിലയം, ബാല്യകാലസഖി. ബാല്യകാലസഖി സിനിമയായി സംവിധാനം ചെയ്തവർ ആരൊക്കെയാണ്? ശശികുമാർ,
പ്രമോദ് പയ്യന്നൂർ. ബഷീറിന്റെ എടിയ എന്ന ആത്മകഥ എഴുതിയതാര്? ഫാബി ബഷീർ. ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ലഭിച്ച വർഷം 1970. ബഷീറിന് കേരള സാഹിത്യ അക്കാദമി ലഭിച്ച വർഷം 1981. വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചത് എന്ന്? 1994 ജൂലൈ 5.